ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതെ, ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ. അപ്പോൾ പൂനൂരുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് അതിൽ പങ്കുവച്ചത്. അപ്പോൾ തിരിച്ച് ഞാൻ കൊയിലാണ്ടി എത്തി. അപ്പോൾ തിരിച്ച് പിറ്റേത്തെ ദിവസങ്ങളിലത്തെ വീഡിയോസൊക്കെ ഞാൻ കുഞ്ഞു കുഞ്ഞു പാർട്ടായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇതിനോടൊപ്പം വെക്കാം, നിങ്ങൾക്ക് കാണാം. ഞാൻ എന്തിനാ പൂനൂർ പോയതെന്ന് ചോദിച്ചാൽ അരുണിന് വയനാട്ടിൽ ഓർഡർ പോകാനുണ്ടായിരുന്നു. അപ്പോൾ അവൻ വരൂല എന്ന് പറഞ്ഞു, ഒറ്റയ്ക്ക് നിൽക്കാൻ സമ്മതിക്കൂല എന്നും പറഞ്ഞു. അപ്പം നമ്മളാരും ഇല്ലാതെ നമ്മുടെ വീട് അടിച്ചിട്ടിരിക്കുകയാണ് എന്നുള്ളത് വെറുതെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞിട്ട് ഓരോരുത്തർക്ക് എന്താ ബുർക്ക ഇട്ട് വരാനുള്ളൊരു അവസരം നമ്മളായിട്ട് ഉണ്ടാക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാനിത് പോസ്റ്റ് ചെയ്യുന്നത്. ചില നായ്ക്കളെ നമ്മൾ പേടിക്കുക ചെയ്യണമല്ലോ. അപ്പോൾ അങ്ങനെയാണ്, അതുകൊണ്ടാണ് ഞാൻ അപ്പം അപ്ഡേഷൻ തരാതിരുന്നത്. ഇതൊന്നുമല്ല കേട്ടോ, വിശന്നപ്പം മക്രോണി ഉണ്ടാക്കി കഴിക്കുകയാണ്. അപ്പോൾ അതാണ് സംഭവം. കറിവേപ്പില എന്നിട്ട് പൂനൂരിന്ന് ഞാൻ ഉണ്ടാക്കിയത് കൊണ്ടാണെന്ന് തോന്നുന്നില്ല, വായിലെക്കാൻ കൊള്ളൂല. പൂനൂരിൽ നിന്ന് തിരിച്ച് ഞാനിങ്ങ് പോന്നിട്ടുണ്ട്. പോരുന്നതിൻ്റെ മുമ്പായിട്ടുള്ള കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ഇതിൽ കൂടെ പങ്കുവെക്കാം. അതേപോലെ ഇന്നലെ എന്നെ ഒരാൾ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു, എൻ്റെ ഒരു ഫാന്. അതെടുത്തില്ല കേട്ടോ. ആൾക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിനൊന്നും കുഴപ്പമില്ല, പക്ഷേ ചില കമൻറ്റുകൾ കാണുമ്പം അവർക്ക് തന്നെ ഒരു വിഷമം ഉണ്ടാവും. അതുകൊണ്ട് ഞാനത് പോസ്റ്റ് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചു. പോന്നിട്ട വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനോടൊപ്പം വെക്കാം. നിങ്ങളത് കണ്ടു വരുമ്പോഴേക്കും ഞാൻ ഇതൊന്ന് ഫിനിഷ് ചെയ്താട്ടെ. ഓക്കെ, ഇന്നലെ വീട്ടിലുണ്ടാക്കിയ കൊച്ചിക്കോയ ഗ്ലാസ്സിലാക്കിയിട്ട് അവിലും ഇട്ടിട്ട് തന്നതാ. നല്ല ടേസ്റ്റ് കേട്ടോ. ആരെങ്കിലും ട്രൈ ചെയ്യാത്തവരുണ്ട്, യൂട്യൂബിലൊക്കെ അടിച്ചാൽ കിട്ടും. ഒന്നടിച്ച് ഉണ്ടാക്കിയൊന്ന് കഴിച്ചൊക്കെ, അടിപൊളി ടേസ്റ്റാണ്. മോതിരം മേടിച്ചിട്ട് ഇതുവരെ കഴുകിയിട്ടില്ലായും. ഇപ്പോൾ ഒന്ന് കഴുകിയതാ, എജാതി കളറാണെന്നറിയോ. ഇത്രയൊക്കെ കളർ ഈ മോതിരത്തിനുണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ അറിയില്ല. 2022 മേടിച്ചിട്ടിട്ടുണ്ട്. ഇത് 3/4 പവന്, ഇത് 1/2 പവന്, രണ്ടും. ഇപ്പോഴാണ് കൈകാ സമയം കിട്ടിയത്. 2022, 24, 26, 4 വർഷമായി. എന്താ സാധനം എന്ന് ചോദിക്കണ്ട, ഇത് സ്പെഷ്യൽ ഒരു സാധനമാണ്. തലേ തേക്കാൻ കേട്ടോ. ഇനി എൻ്റെ തലയിൽ എന്താ തേക്കല്, എൻ്റെ തലയിൽ എന്താ തേക്കലെന്ന് ചോദിച്ചിട്ട് ആരും വഴിയേക്ക് കൂടണ്ട. ഒരു ജാതി സ്മെല്ല്.
ഇതൊരു അരമണിക്കൂർ നേരം പിടിപ്പിച്ചിട്ടിട്ട് നൈസ് പത്തിരി. ഇതല്ലാണ്ട് ഇവിടെ ഉണ്ടാവൂല. ഓട്ടട ഇട്ട് തരാൻ പറഞ്ഞിട്ട് നൈസ് പത്തിരിയും കോഴിക്കറിയും പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. തിന്നൊന്നും മടുത്ത്. ഒരു വെറൈറ്റി വേണ്ടമ്മ. മത്തി പൊരിച്ചത്, ചിക്കൻ പൊരിച്ചത്, ഓട്ടട ചുട്ട് വന്നിട്ട് നോക്കി പേടിപ്പിക്കുന്നുണ്ടോ? കോഴിക്കറി. നിങ്ങളോട് ആരാ കുരുമുളക് ഇട്ട് കറി വെക്കാൻ പറഞ്ഞേ? ഉമ്മ ഞാൻ കൂട്ടില്ല. അങ്ങെടുത്തോളെ. അപ്പൊ ഞാൻ കറി ചേഞ്ച് ചെയ്യട്ടെ. കുരുമുളക് ഇട്ടാ കറി വെച്ച അയാളെങ്ങനെ കാരി ഇട്ടാറുണ്ട്. അടിക്കുമ്പോ ഇന്നലത്തെ കറി ഉണ്ട് തന്നെ പറ്റിച്ചതാ. ഞാൻ മാറ്റി സാധനം മാറ്റി മപ്പേരി കടുത്തോളി ചോറാക്കി. അച്ചാറുണ്ടോ? എണ്ണ തേച്ച് നല്ലൊരു കുളിയും പാസ്സാക്കി ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടി ഒരുമിച്ച്. അപ്പൊ ഇതാണ് കഴിക്കാനുള്ളത്. ഞാൻ ഇത് കഴിക്കട്ടെ. ഓക്കെ. അവിടെ ഗിഫ്റ്റ് കിട്ടിയത് വീട്ടിൽ കൂടെ ഇടയ്ക്ക് ഞാൻ കൊണ്ടു തരുന്നുണ്ട് കേട്ടോ. എപ്പോഴെങ്കിലും ഇതുപോലെ കാണാൻ പറ്റിയാൽ അവിടേക്ക് ഇതുപോലത്തെ ഗിഫ്റ്റ് ഞാൻ കൊണ്ടു തരുന്നുണ്ട്. ഇത് പ്രശ്നം എന്താണെന്നറിയോ? ചില ആൾക്കാരൊക്കെ കേറിയോടും ബൈക്കാരെ അപ്പൊ ചവിട്ടുമ്പോ ഇവരൊക്കെ ആരും ഇല്ല. ഇവിടെ നിന്ന് സാധനം അങ്ങോട്ട് വന്നത് അടുത്താണ്. ഇവിടെ കുത്തിക്കല്ലോ എന്നെ പോലെ തന്നെ സെക്കൻഡും തേർഡും മൂന്നും തമ്മിൽ കുത്തിക്കില്ലേ. ഇഷ്ടം നമുക്ക് അത് ചെറുതിലെ പിടിച്ചിട്ട് ഞാൻ കുത്തിയതാ. ഓർമ്മയുണ്ട്. അമ്മേ മൂന്നോ? അല്ല, ലാസ്റ്റ് ഒന്ന് ഈ അടുത്ത് കുത്തിയതല്ലേ? എണ്ണ മറിഞ്ഞീനോ മോനെ? എണ്ണ മറിഞ്ഞീനോ? ഇല്ല. അപ്പോൾ പൂനൂരത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ. അങ്ങനെ ഞാൻ അവിടുന്ന് പാത്രവും ഇതൊക്കെ എടുത്ത് തിരിച്ച് വീട്ടിലോട്ട് പോന്ന്. പിള്ളേർ അവിടെയായിരുന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് പാത്രമൊക്കെ എന്ത് ചെയ്തു എന്നുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാണ്ട് നിന്നത്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഒരു കൂട്ടുകാരി വന്നിട്ടുണ്ടായിരുന്നു. എന്നെ ഒരുപാട് കാലമായി കാണണമെന്ന് ആഗ്രഹിച്ചൊരു കുട്ടിയായിരുന്നു. അപ്പം തിരിച്ച് അവൾക്ക് മെയിൻ റോഡ് മേലേക്ക് എത്താനുള്ള ഓപ്ഷൻ ഇങ്ങോട്ട് അവളെ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് വന്നു എന്ന് പറഞ്ഞു. അങ്ങോട്ട് തിരിച്ച്
എന്നെ ഫോളോ ചെയ്ത് പോരാ, അപ്പോൾ നിങ്ങൾ പോരീന്ന് പറഞ്ഞു. അങ്ങനെ ആ കൊച്ചുണ്ടായിരുന്നു പൂനൂർത്തട്ടോളം. അപ്പോൾ അതും കഴിഞ്ഞ് പിള്ളേർക്ക് മോനിന്ന് ക്ലാസ്സില്ല, 10ാം ക്ലാസ്സിലെ മോഡൽ പരീക്ഷ ആയതുകൊണ്ട്. അപ്പോൾ പിന്നെ അവരും വന്നില്ല. അപ്പോൾ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തന്നതാണല്ലോ, 2 വീഡിയോയിൽ കാണിച്ചു തന്നതാണല്ലോ, അപ്പം 3ാമത്തേൽ ഇപ്പോൾ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചു. പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അറിയാമല്ലോ, നൈസ് പത്തിരിയും ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചതും. എൻ്റെ ഉമ്മക്ക് അതിലാരോ കൂടോത്രം ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്ന് തോന്നുന്നു, അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചു. അപ്പോൾ അങ്ങനെയാണ് പൂനൂരത്തെ കാര്യങ്ങളും കഥകളൊക്കെ. 2 ദിവസം പൂനൂരുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നത്. അവിടെ പോയാൽ എനിക്ക് നെറ്റ്വർക്കിൻ്റെ കുറച്ച് പ്രശ്നമുണ്ട്. അവിടുന്ന് വീഡിയോസ് അങ്ങനെ പോസ്റ്റ് ചെയ്യാനും പറ്റില്ല. ഇനി നിരന്തരമായിട്ട് വീഡിയോസ് ഉണ്ടാവും. എൻ്റെ വീഡിയോസിൻ്റെ അകത്ത് ഒരാളും കൂടി ഇനി നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ്. ആളാരാണ് എന്താണെന്നുള്ളതൊക്കെ ഞാൻ പറയാം വീഡിയോ. അപ്പം അങ്ങനെയാണ്. ഇനി ഒരാളല്ല 2 ആളെ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് കാണാൻ ഉള്ള ഒരു അവസരവും കൂടി ഉണ്ടാവും. ആളാരാന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ 2 ദിവസത്തെ പൂനൂരത്തെ വിശേഷങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വെയിറ്റ് മാടൂ. അപ്പോൾ എല്ലാവരോടും ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ടാറ്റാ.